ഇതെന്താണ് ഇത്? ഇവിടുത്തെ ജനങ്ങൾക്ക് പ്രതികരണ ശേഷിയൊന്നും ഇല്ലേ? ഈ റോഡിൻ്റെയൊക്കെ അവസ്ഥ ഒന്ന് നോക്കി. ഇത് പഞ്ചായത്തിൽ നിങ്ങൾ കംപ്ലൈൻറ്റ് ചെയ്യേണ്ടത്. ആരാ ഇവിടുത്തെ മെമ്പർ? സുഗത. ആ ഞാനല്ലേ. ഇതെൻ്റെ പാടല്ലേ? അല്ല, അതാണ്. പണ്ട് ഞാൻ വരുമ്പോൾ ഈ റോഡ് ഇത്ര കുളമല്ലായിരുന്നു. ഇപ്പോഴാണ് കുളമായത്. ഇതിപ്പോൾ നമ്മളെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് തരണ്ടേ ഈ റോഡ് ഇടാൻ. ഈ റോഡെന്നല്ല, പിന്നെ ഏത് റോഡ് ഇടാനും കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് തന്നെ. നമ്മുടെ കിടക്കണോ കാശ്? ഇതിപ്പം ഈ കേന്ദ്രമാണെങ്കിൽ ഇത്തവണ 2 സംസ്ഥാനങ്ങൾക്കാണ് മെജോറിറ്റി കൊടുത്തേക്കുന്നത്, ബീഹാറും ആന്ധ്രാപ്രദേശും. അവരുടെ വർത്തമാനം കേട്ടാത്തൊന്നും ഇന്ത്യയിലെ 2 സംസ്ഥാനങ്ങളുള്ളത്. ഈ കേരളത്തിന് വേണ്ടി ഒരു ഇച്ചിപ്പോക്ക് സാധനം, ഒരു സാധനം നമുക്ക് അനുവദിച്ചിട്ടില്ല. ഫണ്ടില്ലാതെ എന്തായാലും ഒരു കാര്യം നടക്കില്ല. എപ്പോഴും ഇത് തന്നെയല്ലേ താൻ പറയണത്? അല്ല, അത് പറയണമല്ലോ. അടുത്ത പ്രാവശ്യം ഞാനൊരു കേന്ദ്രമന്ത്രിയായിട്ട് മത്സരിച്ചാലൊന്ന് ആലോചിക്കാം. അപ്പോൾ എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കാം. വോട്ടല്ലേ? ആ, അപ്പോൾ നമുക്ക് തീരുമാനം ഉണ്ടാക്കാം. പിന്നെ ഞാൻ ഏതായാലും നമ്മുടെ കേന്ദ്രമന്ത്രിയിൽ നിന്ന് വിളിക്കട്ടെ. അങ്ങനെ വിട്ടാക്കുള്ളതല്ലേ. ഹലോ, ഓർമ്മയുണ്ടോ ഈ മുഖം? മെമ്പറാ പോലെ എവിടെ പോണത്? ഞാനൊന്ന് സ്റ്റേഷനിൽ വരെ പോണോടാ. എന്താ കേസ്? നമ്മുടെ ആ സുമതിയുടെ ഭർത്താവില്ലേ, ഒരു 4 ദിവസമായിട്ട് ഇപ്പൊ കാണാനില്ലെന്ന്. മിസ്സിംഗ് ആണ്. ഇതിപ്പോ അവര് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്ത്. പക്ഷെ എന്നാലും നമ്മളുടെ മെമ്പറിലേക്ക് ഞാൻ ചെന്ന് അന്വേഷിക്കണമല്ലോ. എന്റെ പൊന്നു മെമ്പറേ, മെമ്പർ എന്തിനാണ് ഈ വേണ്ടാത്ത ഈ ചീഞ്ഞ കേസിലൊക്കെ പോയി പെടാൻ പോണത്? എന്താണ്, ഒരാളെ കാണാൻ പോയതാണ് ചീഞ്ഞ കേസ്? അല്ല, ഇത് ഈ കേസിൽ ഇടപെട്ട് കഴിഞ്ഞാൽ ചീഞ്ഞ കേസ് ആവട്ടെ, ഞാൻ പറഞ്ഞേക്കാം. മെമ്പർ അതിനകത്ത് പോയിട്ട കാര്യമൊന്നുമില്ല, ഞാൻ ഉള്ള കാര്യം പറഞ്ഞാണ്. എന്താണെന്ന് നാറ്റക്കേസാണെന്ന്, എന്തിനാണെന്ന് വെറുതെ പോയി വീഴുന്നത്? കാര്യമുണ്ട്, അതുകൊണ്ടിട്ടാ പറയണത്. അത് ഇപ്പൊ ഈ സുമതിയുടെ ഭർത്താവ് കാണാനില്ല, അത്രയല്ലേ ഉള്ളൂ. അത് വേറൊരു കേസുണ്ട്, രാജപ്പന്റെ ഭാര്യനായിട്ട് ഒളിച്ചോടി പോയേക്കണേ. നീ കണ്ട? ഞാൻ കണ്ടെന്നേ. അതെനിക്ക് ചെറിയൊരു പ്രശ്നമുള്ളത് കൊണ്ടിട്ടാണ് അത്. അതായത് ഇതിന് രണ്ടും കൂടി നമ്മുടെ മാർക്കറ്റിൽ കരിക്ക് മേടിച്ച് രണ്ടുപേരും കൂടി ഒരു കരിക്ക് മേടിച്ചിട്ട് 2 സ്ട്രോ ഇട്ട് കുടിക്കണം. ഈ ഒരു 3-4 ദിവസം മുമ്പ് അത് ഒന്ന്. പിന്നെ സിനിമ കണ്ടെന്ന്. നിനക്ക് എന്താണ് എന്തെങ്കിലും പറയുമ്പോ അതിന്റെ എൻഡിൽ കൊണ്ടുവന്നു? അത് ചെറിയൊരു അസുഖമുള്ളതാണ്, എനിക്ക് നിനക്കറിയാലോ കേസ്. അത് ഈ ബീഫ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബീഫ് ഈ പല്ലിന്റെ ഇവിടെ ഒരു പോടുണ്ട്. അപ്പൊ ഈ ബീഫ് കഴിച്ചു കഴിയുമ്പോൾ ഈ പല്ലിന്റെ പൊടി കയറിയിരിക്കും. അതെടുക്കാൻ വേണ്ടി ഇങ്ങനെ കാണിച്ച് കഴിഞ്ഞ് ഇപ്പൊ വെള്ളം കുടിച്ചാലും ഇപ്പൊ എന്ത് പറഞ്ഞാലും ഈ സാധനം വരുമല്ലേ. അതെ, ഒരു കാര്യം പറയുമ്പോൾ എൻഡിലാ വന്നെ, അതാണ് ഞാൻ തെറ്റിദ്ധരിച്ചു പോകുന്നത്. ഇല്ലില്ല, അത് നീ കണ്ടതാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ചായക്കടയിൽ ഒരുമിച്ചിരിക്കണത് കണ്ടതാണ്. അതുപോലെ തന്നെ സിനിമാ തിയേറ്ററിൽ ഞാൻ പറഞ്ഞില്ല, ഈ 4 ദിവസം മുമ്പ് ബൈക്കിന് ഒരുമിച്ചിരുന്ന് രണ്ടുപേരും കൂടി പോണത് ഞാൻ കണ്ടതാന്നേ. കണ്ടതാണ്? പിന്നെ കണ്ടതാണെന്ന്. മറ്റേ അസുഖത്തിന്റെ കേസാണ് പറഞ്ഞത്, അതാണ് പറഞ്ഞത് പോയി വീഴല്ലേ എന്ന് പറഞ്ഞത്. എന്തായാലും ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതിപ്പോ സുമതിയോട് കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റുമോ? പഞ്ചായത്ത് മെമ്പറല്ല, അവരിപ്പം വിഷമിച്ചിരിക്കുമല്ലേ അവിടെ. അവര് പറഞ്ഞെന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അവരെന്ത് വിചാരിക്കുന്നു? ആൾക്കാരൊക്കെ എന്തായാലും നമുക്ക് അതൊന്നും അവതരിപ്പിക്കണം. നീയും കൂടെ വന്നേ പറ്റും. നീ വരൂല്ലേ? മൊത്തം ആൾക്കാരും കേട്ടിത് വെറുതെ പ്രശ്നമാകും. ഇല്ല, ഒന്നുമില്ല. ഹലോ, അമ്മായി ചേട്ടൻ വന്നായിരുന്നു അവിടെ? ഇല്ലേ? അറിഞ്ഞായിരുന്നല്ലേ? പോലീസ് സ്റ്റേഷനിൽ വെള്ളിയാഴ്ച തന്നെ പരാതി കൊടുത്തായിരുന്നു. ഞാൻ ഇപ്പൊ പോയിട്ട് വന്നതേ ഉള്ളൂ ഇവിടെ. വിളിച്ച് ഞാനേ ഇളയമാവൻ്റെ കൂടെ ഒന്ന് വിളിച്ചു ചോദിക്കട്ടെ. ശരി എന്നാ. പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇപ്പൊ ഇങ്ങോട്ട് വന്നതേ ഉള്ളു. വെള്ളിയാഴ്ച കൊണ്ട് പരാതി കൊടുത്തത്. ഇപ്പൊ തിരക്കഞ്ഞപ്പോ അവര് പറയണ വണ്ടിക്കകത്ത് പെട്രോൾ അടിക്കാൻ പൈസ ഇല്ല സർക്കാരിന്. നമ്മൾ പെട്രോൾ അടിച്ചു കൊടുക്കാമെങ്കിൽ അവർ അന്വേഷിക്കാൻ പോയില്ലെങ്കിൽ നടന്നു പോകാന്ന്. ഈ നടന്നൊക്കെ അന്വേഷിച്ചിട്ട് ഏത് കാലത്ത് കണ്ടുപിടിക്കാനാണ്? എടി, വെള്ളിയാഴ്ച പോയതല്ലേ? വെള്ളി, ശനി, ഞായർ, ഇന്ന് തിങ്കൾ 4ാമത്തെ ദിവസമാണ്. പിള്ളേരോട് ഞാൻ എന്ത് പറയുന്നാണ്? തിങ്കൾ അറിഞ്ഞിട്ടില്ല, പണിക്ക് പോയതാന്നാ പറഞ്ഞത്. അറിഞ്ഞാലിട്ടില്ല ചങ്കൂട്ടിച്ചാകും. ഇപ്പൊ തന്നെ 2 ദിവസമായിട്ട് എല്ലായിടവും വിളിച്ച്. എന്റെ ദൈവം, ഇത് എവിടെ പോയി കളഞ്ഞ ദൈവമേ. ആദ്യത്തെ ദിവസം ഫോൺ അടിക്കുന്നുണ്ടായിരുന്നടി, ഇപ്പോഴാണ് വിളിച്ചിട്ട് കിട്ടാണ്ടായത്. ഈ മനുഷ്യന് ഏതെങ്കിലും ഒരു ഫോണ് ഒന്ന് വിളിക്കാൻ തരുമോ എന്ന് ചോദിച്ചിട്ട് എന്നെ ഒന്ന് വിളിച്ചൂടെ? ഇങ്ങനെ മനുഷ്യനെ ആദ്യം പിടിപ്പിച്ച് കൊല്ലേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും തല്ലി പിടിക്കുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടായോ? എവിടെ? ജീവിതത്തിൽ തല്ലു പിടിച്ചിട്ടില്ല. എവിടെ പോയാലും എനിക്ക് ഉമ്മ തന്നിട്ട് പോണ മനുഷ്യനാണ്. അന്നും കൂടെ പോയപ്പോ ഉമ്മ തന്നിട്ടാണ് പോയത്. ആണോ? നമ്മളൊന്നും ചോദിച്ചാ കിട്ടാറില്ല ഇതുപോലും. അല്ല, എന്റെ കെട്ടിയോനെ എനിക്കറിയാവാ.
ഇവിടുന്ന് പോയാ പണിസ്ഥലത്ത് നിന്ന് നേരെ വീട്. കടയെന്ന് ഒരു സോഡ കുടിച്ച അതിന്റെ എമ്പക്കം വിടണത് ഈ വീട്ടിൽ വന്നിട്ട്. ഞാനില്ലാണ്ട് ചായ കുടിക്കൂല, ഞാനില്ലാണ്ട് ചോറ് കഴിക്കൂല. ഇപ്പൊ പുള്ളി ഇല്ലാണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യണത്. ഇപ്പൊ ചേച്ചി അറിയാതെ ചേട്ടൻ എന്തെങ്കിലും വല്ല കേസ് കിട്ടും? എന്ത് വൃത്തിയോടാണ് ഈ പറയണത്? ഞാനറിയാത്ത ഒരു കേസ് കേട്ടും ചേട്ടനില്ല. ആകപ്പാട് ഒരു കേസിൽ പെട്ടത് ഞാനുമായിട്ടുള്ള പ്രേമത്തില. അല്ല ചേച്ചി, ഞാൻ ഉദ്ദേശിച്ച എന്തെങ്കിലും കേസിലൊക്കെ പെട്ടിട്ടേ ഒന്ന് മാറിയിരിക്കുകയാണെങ്കിലും ഒന്ന് ഓർത്തിട്ടാണ്. ഇല്ല, ആകപ്പാട് പോകൂന്ന് പറഞ്ഞത് മെഡിക്കൽ കോളേജിൽ അമ്മാവനെ കാണാനായിട്ടാണ്. അമ്മ ഡോക്ടറാണോ? ഡോക്ടറല്ല, ബ്രോക്കറാണ്. പുള്ളിക്ക് ശ്വാസം മുട്ടലായിട്ട് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ്. ഞാൻ പറഞ്ഞതാണ് വെച്ചത് ഞാനും കൂടെ വരാം ഉച്ച കഴിഞ്ഞാണെങ്കിലെന്ന്. അപ്പൊ പറഞ്ഞ സമയമില്ല, ഞാൻ അവിടെ പോയി കണ്ടിട്ട് ആ വഴി പണിക്ക് പോകുന്നു. ആ പറഞ്ഞ മനുഷ്യനെ 4 ദിവസമായിട്ട് വിളിച്ചിട്ട് കിട്ടണില്ല. എവിടെ പോയി പണ്ടാറങ്ങി കിടക്കണം. ഇതാണ് നമ്മുടെ ഭാര്യമാരുടെ തെറ്റി. വിളിക്കുമ്പോ തന്നെ അങ്ങോട്ട് പോയേക്കണം. അതല്ല ഇപ്പൊ അന്വേഷിച്ച് നടക്കേണ്ട ഗതികേടായ. ഇപ്പൊ ഓർക്കണം, അങ്ങോട്ട് ഒരുങ്ങി പോയാ മതിയായിരുന്നു രാവിലെ. സമാധാനം ഉണ്ടായാനെ. ഇലക്ഷന് വോട്ട് ചോദിച്ചു വന്നപ്പോ കണ്ടിട്ടുണ്ട്. സുമതി വളവിനെ വെച്ച് ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞായിരുന്നു. സുമതി വളവല്ല, സുമതി ഈ വളവിനെ വെച്ച് ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞായിരുന്നു. അറിഞ്ഞല്ലോ അല്ലേ? കരയാതെ പോലീസ് സ്റ്റേഷനിൽ പോയതാണ്. ഇപ്പൊ അവർക്ക് പൈസ ഒക്കെ കൊടുത്താലേ അന്വേഷിക്കും. ഞാൻ അറിഞ്ഞത് അത് പോലീസ് സ്റ്റേഷനിൽ പോയിട്ടൊന്നും ഇപ്പോൾ വലിയ കാര്യമില്ല. ഞാനിപ്പോൾ അത് ഏതായാലും നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ഒരുമിച്ച് എല്ലായിടത്തും പോണത് കൊണ്ട് 2 ദിവസം മിസ്സായപ്പോഴത്തേക്കുള്ള ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് മാറും ഇല്ലടാ? ഇല്ലേ, മാറും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിഷമിക്കണ്ടേ. ഇപ്പോൾ ഈ ഇതിന് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ ഫണ്ട് സ്വരൂപണമൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇതിനും ഫണ്ട് വേണം? പിന്നെ എൻ്റെ കിടക്കണം. ഇത് നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് ഇതിൻ്റെ ഫണ്ടൊന്നും കിട്ടത്തില്ല. ഇപ്പോൾ ഒന്നുമില്ല, കേരളത്തെ അവഗണിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും ഇത് മാക്സിമം നമുക്ക് ശ്രമിക്കാൻ കണ്ടുപിടിക്കാവുന്ന പോലെ. വിഷമിക്കണ്ടേ? അല്ല വിഷമിക്കണ്ട. വിഷമിക്കണ്ട. പിരിഞ്ഞിരുന്നിട്ടില്ല, അതുകൊണ്ടാണ്. അല്ല അത് പോട്ടെ. അപ്പം ഞാൻ പറഞ്ഞു ഇവരാ എന്താണോ കാണിച്ചേ? അല്ല അത് അവൻ്റെ അസുഖം, ഒരു ഞരമ്പ് രോഗമുള്ള. അയ്യോ ചേട്ടാ, ഞാൻ മറന്നു. ചെറിയ ജസ്റ്റ് കാര്യം പറഞ്ഞത് നമുക്ക് സംഭവം എന്താന്ന് വെച്ചാലേ, ഞാനൊരു ഹ്യൂമർ അറിഞ്ഞു. റൂമർ. അതായത് ഈ സുമതിയുടെ ഭർത്താവും രാജപ്പന്റെ ഭാര്യയും തമ്മിലാണ് പോയേക്കണത്. ഒച്ചെടുത്ത് പറയാനല്ല, ഇത് വളരെ രഹസ്യമായിട്ട് ചെന്ന് പറയണം. ഞങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ. കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയോ? ഇല്ലേ? അല്ല പറഞ്ഞ് മനസ്സിലാക്കി. അതിപ്പം കാര്യങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ. അത് ഇപ്പം ഞങ്ങൾ ആണുങ്ങളെന്ന നിലയ്ക്ക് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാകത്തില്ല. അത് മോളൊരു കാര്യം ചെയ്യും, നിങ്ങളൊന്ന് പറഞ്ഞത് മനസ്സിലാക്കണം. പറയുമ്പോൾ അവർക്ക് ആർക്കും ബുദ്ധിമുട്ടുണ്ടാകരുത്. കാരണം പ്രായമായ ഒരു അച്ഛനും അമ്മയൊക്കെ അപ്പുറത്തിരിക്കൊണ്ട് അവർക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. എന്നിട്ട് വേണം എനിക്ക് ഫണ്ട് പിരിവ് തുടങ്ങാനായിട്ട്. തുടങ്ങണ്ടേ? അതെ, ഞാൻ തന്നെ പറയണം. വേണ്ടെന്ന് അല്ല പറയണം. അല്ല അതവൻ്റെ മറ്റേ അസുഖം. അത് ഒന്ന് ചെന്ന് പറഞ്ഞ് മനസ്സിലാക്കരുത് കേട്ടോ. നമ്മൾ വന്നാൽ ശരിയാകത്തില്ല. പറയാല്ലേ? ദേവി ഏത് പ്രശ്നങ്ങളുണ്ടാക്കാം. സോഫ്റ്റായിട്ട് ശരി പറയട്ടല്ലേ? വേണം. എന്താടി കൊച്ചേ, മുഖമൊക്കെ വല്ലാതിരിക്കണം. ചേച്ചി, ഞാൻ പറയണ കാര്യമേ അവരെന്താണ് മാറ്റി നിർത്തിയൊക്കെ പറയണം. ഒന്നുമില്ല ചേച്ചി, ഞാനിപ്പോ പറയാൻ പോണ കാര്യം ചേച്ചി സമാധാനപരമായിട്ട് കേൾക്കണം. എന്താടി വരാനുള്ളത് വഴി തങ്ങൂലല്ലേ ചേച്ചി? അയ്യോ, നീ ആദ്യം പിടിപ്പിക്കാത്ത കാര്യം എന്താണെന്ന് പറയടി. ചേച്ചി ആദ്യം പിടിക്കില്ല, ഞാൻ പറയട്ടെ. ഞാൻ പറയാൻ പോണ കാര്യം ചേച്ചി സമാധാനപരമായിട്ട് കേൾക്കണം. എന്താടി? ഇപ്പൊ അപ്പുറത്തെ വീട്ടിലെ സദാനന്ദന്റെ ഭാര്യ ഗീത മരിച്ചു. അതിനിപ്പോ എനിക്കെന്താ? ഈ ലാഘവത്തോടെ വേണം ഇനി ഞാൻ പറയാൻ പോണ കാര്യം ചേച്ചി കേൾക്കാൻ. അയ്യോ, അപ്പൊ എന്തോ ഉണ്ട്. നീ വിഷമിപ്പിക്കാതെ ഒന്ന് വേഗം പറ. ചേച്ചി ടെൻഷൻ അടിക്കല്ലേ. ഇപ്പൊ ഉദാഹരണത്തിന് എന്റെ ഭർത്താവ് ആള് ചെറുപ്പക്കാരനാണല്ലോ. അപ്പൊ എനിക്ക് ഈ FBയും ചാറ്റിങ്ങും ചീറ്റിങ്ങും ഒക്കെ ഉണ്ടാവും. വേറൊരു സ്ഥലത്ത് പോകുമ്പോ ഒരു പെണ്ണിനെ കാണും, ഇഷ്ടപ്പെടും, അവരായിട്ട് ഊട്ടിക്കോ കൊടക്കിനാരോ ഒക്കെ പോയിന്ന് വിചാരിക്കും. അത് പോകും. നിന്റെ കെട്ടിയനെ അങ്ങനത്തവനാണ്. എന്റെ പുറകെ വന്നിട്ടുണ്ട് നാറി. ആഹാ, ഇപ്പൊ എന്റെ കെട്ടിയോനില്ലാത്ത കുറ്റൊന്നുമില്ലേ? അത് എന്റെ കെട്ടിയോനല്ല പോയത്, നിങ്ങളുടെ കെട്ടിയോനാണ് പോയത്. അപ്പുറത്തെ വീട്ടിലെ രായപ്പന്റെ ഭാര്യയുടെ കൂടെ. രായപ്പന്റെ ഭാര്യ പോയിട്ടേ ഇന്നേക്ക് 4 ദിവസമായി. അയ്യോ എന്റെ ദൈവമേ. അയ്യോ, പിന്നെ എന്റെ കെട്ടിയോനെ പറഞ്ഞ ഞാൻ പറയൂലേ? ഇങ്ങനെയാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയല്ലോ അല്ലേടാ? ഇല്ലേ? അല്ല മനസ്സിലാക്കിയാൽ. അതെ, ഞാനിതെങ്ങനെ സഹിക്കും? ഞാനേ വീടേന്ന് പറഞ്ഞുകൊണ്ട് നടന്ന മനുഷ്യനാണ് എന്നോട് ഈ കൊലച്ചത് ചെയ്ത്. ഏതായാലും ഇപ്പം രായപ്പന്റെ ഭാര്യയുടെ കൂടെ ഒളിച്ചോടി എന്നുള്ളത് സത്യമാണ്. അതിപ്പോ നമ്മൾ സഹിച്ചേ പറ്റുള്ളൂ. ഇവൻ കണ്ടതുമാണ്. 4 ദിവസം മുമ്പ് ഞാനിത് കണ്ടതാണ്. അവന്റെ ബൈക്കിന്റെ പുറകെ ഇരുന്നിട്ട് ഇവള് പോണത് ഞാൻ കണ്ടതാണ്. 4 ദിവസമല്ലേ പോയിട്ടിപ്പോ.
എന്നിട്ട് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇവിടെ നിലയ്ക്ക് നിർത്തൂല്ലായിരുന്നു. അല്ലെ ഞാൻ ഇതൊക്കെ പറഞ്ഞിട്ട് ഒരു കുടുംബം കലക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇത് പറയാണ്ടിരുന്നത്. എന്നിട്ട് ഇപ്പൊ കലങ്ങിയില്ലേ? ഇല്ലേ? അല്ല കലങ്ങി. എന്തായാലും മനസ്സിലായോ? സോമൻ ചേർന്നല്ലേ വന്നിക്കുന്നേ? വന്നൂല്ലേ ഊരുതണ്ടി. വന്ദേ മുകുന്ദ ഹരേ കണ്ടാ മുരാരേ. കറങ്ങി നടന്ന് കയ്യിലെ കാശൊക്കെ തീർന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് വന്നേക്കാണ് തിരിച്ച്. ഞാൻ പറഞ്ഞാല് വല്ല വ്യത്യാസം ഉണ്ടോ? ആ കാലി അടിച്ച മുറ്റത്ത് കുത്തിയ മൂട്ടാലിയെ തല്ലി ഓടിക്കും. എന്താ ഇപ്പൊ ഇങ്ങനെ എഴുന്നള്ളിയത്? ഇവിടെ ഈ പ്രായമായ ഒരു അച്ഛനും വേണ്ടെന്നാ, 2 കുഞ്ഞുങ്ങളുണ്ടെന്നാ, ഞാനിവിടെ ഉണ്ടെന്നാ, എന്തെങ്കിലും ഒരു വിചാരം ഉണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഫോണിൽ നിന്നെങ്കിലും എന്നെ വിളിക്കൂലായിരുന്നോ? 4 ദിവസമായി ഫോണ് സ്വിച്ച് ഓഫ് ചെയ്ത് ഒരാഴ്ചത്തെ പണിക്കാശും കൊണ്ട് അവളെയും കൊണ്ട് കറങ്ങാൻ പോയിട്ട് ഇപ്പൊ കയ്യിലെ കാശ് തീർന്നപ്പോ വന്നിരിക്കണ്. ആരെയും കൊണ്ട് കറങ്ങാൻ പോയി? എന്തേ രായപ്പന്റെ പെണ്ണുമ്പിള്ള എന്തേ അവള് ഇട്ടിട്ട് പോയാ? രാജപ്പന്റെ ഭാര്യയും ഞാനും തമ്മിൽ എന്താണ് ബന്ധം? എന്താണ് ബന്ധമെന്നാ അത് തന്നെയാണ് എനിക്കറിയേണ്ടത്. രായപ്പന്റെ ഭാര്യ അനിത നിങ്ങളും തമ്മിൽ എങ്ങോട്ടാണ് പോയത്? എവിടെയാണ് കറങ്ങാൻ പോയത്? ഇടി രാജപ്പന്റെ ഭാര്യയും ഞാനും കൂടി ഒളിച്ചോടിയില്ല. ആര് പറഞ്ഞു വിളിച്ചോണ്ട്? കണ്ട ആൾക്കാരുണ്ട് ഇവിടെ. എന്റെ മെമ്പറെ ഇവിടെ മെമ്പറിനെ വിളിക്കണത് അവരൊക്കെ കണ്ടവരും ദൃക്സാക്ഷികളുമാണ്. എടി ഞാനും രാജപ്പന്റെ ഭാര്യയും കൂടി ഒളിച്ചോടിയൊന്നും അല്ല. ഇവക്കടെ അമ്മാവന് സുഖമില്ലെന്ന് പറഞ്ഞു. ഞാൻ നിന്നോട് പറഞ്ഞാണോ? അയ്യേ അതെന്നോട് പറഞ്ഞ നോണ. നോണയല്ല പറഞ്ഞത്. അമ്മാവന് സുഖമില്ലെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഞാൻ അമ്മാവനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മെഡിക്കൽ കോളേജിൽ ചെന്ന്, ഞാൻ പറയണൊന്ന് കേക്ക്, ഞാൻ മെഡിക്കൽ കോളേജിൽ ചെന്ന് ഞാൻ ലിഫ്റ്റിലേക്ക് കയറാൻ പോകുമ്പോ രാജപ്പന്റെ ഭാര്യ ലിഫ്റ്റിൽ ഇപ്പുണ്ട്. ഞാനും കയറി. തൊട്ട് പുറകെ ഒരു നേഴ്സും ഡോക്ടറും കൂടി വന്ന് കയറി. ഞങ്ങളെ 4നെയും കൊണ്ട് ലിഫ്റ്റ് ഇങ്ങനെ പൊങ്ങി. 13നും 14നും ഇടയിൽ ആ ഇരുട്ടത്ത് വെച്ച് ലിഫ്റ്റ് ഓഫായി പോയി. ഞാൻ അതിനകത്ത് പെട്ടുപോയി. ആദ്യമൊക്കെ എല്ലാരെയും വിളിച്ച് ഒരു രക്ഷയില്ല. പിന്നെ വെള്ളി പോയി, ശനി പോയി, ഞായർ പോയി, തിങ്കള് 3-4 ദിവസം ഞാൻ ആ ഇരുട്ട് ഞങ്ങൾ 4 കൂടെ അവിടെ കിടക്കണേ. പട്ടിണി കിടന്നില്ല. അമ്മാവിന് മേടിച്ച ആപ്പിളും മുന്തിരിയൊക്കെ ഉണ്ടായി. അത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കുറച്ച് ഡോക്ടറിനും കൊടുത്ത്, കുറച്ച് നേഴ്സിനും കൊടുത്ത്. അതുണ്ടായതുകൊണ്ട് പട്ടിണി കിടന്ന് ചത്തില്ല. ഇതിപ്പോ ഞങ്ങളാരും ഇതൊന്നും പറഞ്ഞുണ്ടാക്കി. പിന്നെ ആരാ പറഞ്ഞത്? നിങ്ങൾ രണ്ടുപേരും കൂടെ സ്കൂട്ടറിന്റെ പുറകെ ഇരുന്ന് പോകണമെന്നും കരിക്കും വെള്ളം ഒരുമിച്ച് കുടിക്കണമെന്നും ചായക്കട വെച്ച് കണ്ടതും ഒക്കെ പറഞ്ഞത് ഇവനാണ്. നീയാണോ പറഞ്ഞത്? അല്ല ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് തമ്മിൽ ഇങ്ങനെ സ്കൂട്ടറിന്റെ പുറകെ പോണ പോലെ എനിക്ക് തോന്നി. പറഞ്ഞില്ലേ ചായക്കട ഇരുന്നിട്ട് മറ്റേ കരിക്കിന്റെ അവിടെ പോയി കഴിക്കണതൊക്കെ ഞാൻ ഇങ്ങനെ പെണ്ണുമുള്ള കൂടെ പോയി. എന്റെ പെണ്ണുള്ള പോകൂല. ഒരു പ്രാവശ്യം പോയിട്ട് ഞാൻ പിടിച്ചോണ്ട് വന്നു. നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു. നമ്മുടെ ഒരു പഞ്ചായത്തിലെ 2 പേരെയാണ് നിങ്ങൾ തെറ്റിച്ചത്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ലിഫ്റ്റിൽ ആരൊക്കെ ഉണ്ടെന്നാ പറഞ്ഞ? ഞാൻ ഉണ്ടായി, ഈ പിന്നെ രാജപ്പന്റെ ഭാര്യ ഉണ്ടായി, പിന്നെ ഒരു ഡോക്ടർ ഒരു നേഴ്സും ഉണ്ടായി. 4 പേരുണ്ടായി. ഇപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഒളിച്ചോടാൻ തീരുമാനിച്ചത് ഇവര് തമ്മിലല്ല, ആ ലിഫ്റ്റിലുണ്ടായിരുന്ന ഡോക്ടറും നേഴ്സും തമ്മിലാണെങ്കിലോ.